സഹൃദയരെ, സ്പെയിനിലെ ബാസ്കിൽ 1506 ഏപ്രിൽ 7 ഡോൺ ജുവാൻ്റെയും മരിയയുടെയും 5 മക്കളിൽ ഇളയവനായി ഫ്രാൻസിസ് സേവ്യർ ജനിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടാനായാണ് 1525 അദ്ദേഹം പാരീസ് സർവകലാശാലയിൽ എത്തിയത്. ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് എടുത്ത് പ്രസിദ്ധനായ ഒരു പ്രൊഫസറാവുക എന്നതിൽ കവിഞ്ഞ ഒരു ലക്ഷ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. യാദൃച്ഛികമായാണ് നാട്ടുകാരനും കോളേജ് പ്രൊഫസറുമായ ഇഗ്നേഷ്യസ് ലയോളയെ 1529 പാരീസ് സർവകലാശാലയിൽ വെച്ച് കണ്ടുമുട്ടിയത്. ക്രൂശിതരൂപം നെഞ്ചോട് ചേർത്ത് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹപ്രമാണം ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ വീട് വിട്ടിറങ്ങിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം എന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ വചനങ്ങൾ ഉള്ളിൽ തട്ടി ഈ ലോക ജീവിതം നിസ്സാരമെന്നും എന്നാൽ സഹജീവികളോടുള്ള സ്നേഹത്താൽ നമ്മുടെയൊക്കെ ജീവിതം ധന്യമാക്കി പരലോകത്തിൽ സ്വർഗപിതാവിൻ്റെ പക്കൽ അണയാമെന്ന് നമ്മളെ പഠിപ്പിച്ച ഇടവക മധ്യസ്ഥൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. സഹൃദയരെ, കലാസ്നേഹികളെ, പ്രിയ ഇടവക ജനമേ, ഈ വർഷത്തെ നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു ലഘുചരിതം നമ്മൾ 8 യൂണിറ്റുകളും ചേർന്ന് പല ദിവസങ്ങളിലായി അരങ്ങത്തെത്തിക്കുകയാണ്. അതിൻ്റെ 6ാം രംഗം അവതരിപ്പിക്കുന്ന സെൻറ് ജോസഫ് യൂണിറ്റിൻ്റെ സ്നേഹപ്രണാമം അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. തികച്ചും സംഭാഷണ പ്രാധാന്യമുള്ള ഈ ലഘുനാടകം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നാടകം തുടങ്ങട്ടെ. സ്നേഹിതരെ, സെന്റ് ജോസഫ് യൂണിറ്റ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു ദ ചലഞ്ച് ഓഫ് ജപ്പാൻ. ജപ്പാനിലെ ഒരു പ്രവാസിയും ആദ്യത്തെ ക്രൈസ്തവനുമായ ആഞ്ചിറോയെ ഒരു തുറമുഖത്ത് വെച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കണ്ടുമുട്ടുന്ന രംഗം. ജപ്പാനിലെ ഭരണാധികാരിയുടെ അനുമതി വാങ്ങാനും ഭാഷ പരിചയപ്പെടുത്താനും തുടക്കത്തിൽ തടസ്സങ്ങൾ മറികടക്കാനും അദ്ദേഹത്തിന് തുണയായത് ആഞ്ചിറോയാണ്. ഫാദർ, താങ്കൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? സ്പെയിൻ എന്ന രാജ്യത്തിനടുത്തുള്ള നരോവിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് ഫ്രാൻസിസ് സേവ്യർ. ഞാൻ ആഞ്ചിറോ, ജപ്പാൻകാരനാണ്. കപ്പലിൽ ലോകം ചുറ്റി കച്ചവടം ചെയ്യുകയാണ് ഞാൻ. അങ്ങനെയാണ് ഈ തുറമുഖത്തെത്തിയത്. അങ്ങയുടെ യാത്ര ഇനി എങ്ങോട്ടാണ്? ഞാൻ ലോകമെങ്ങും സഞ്ചരിച്ച് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. അതാണ് എൻ്റെ ജീവിത ദൗത്യം. സുവിശേഷമോ? അതെന്താണ്? ആരാണ് ഈ യേശു? ഇപ്പോൾ കാലം 1547 അല്ലേ? ഇന്നേക്ക് 1500 വർഷങ്ങൾക്കും അപ്പുറം ജെറുസലേമിൽ ദൈവപുത്രനായ യേശു യഹൂദ മതത്തിൽ ജനിച്ചു. ആ മതത്തിലെ മഹാപുരോഹിതന്മാർ പാവപ്പെട്ട ജനങ്ങളെ പാപികളാക്കി സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തി. ദേവാലയങ്ങൾ
പണസമ്പാദന മാർഗങ്ങളാക്കി മാറ്റി. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നിങ്ങനെ പലതും അന്നത്തെ സമൂഹത്തിൽ നടമാടി. ഇതിനെല്ലാം കുടപിടിക്കുന്ന ഭരണകൂടവും. മഹാപുരോഹിതന്മാരുടെ തെറ്റുകളെ അവൻ വിമർശിച്ചു. പാപികളെന്ന് മുദ്രകുത്തിയവരെ അവൻ ചേർത്ത് നിർത്തി. അവരെ യേശു ദേവാലയത്തിൽ പ്രവേശിപ്പിച്ചു. പുരോഹിതർക്ക് ഇത് ദഹിക്കുമോ? ദൈവദോഷം ചുമത്തി അവനെ അവർ ക്രൂശിലേറ്റി. നമുക്ക് വേണ്ടിയാണ് അവൻ പീഡകൾ സഹിച്ചത്. അവൻ ഉപദേശിച്ചതോ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനും. സ്നേഹം മാത്രം പ്രചരിപ്പിച്ചവനെയാണ് അവർ ക്രൂരമായി ക്രൂശിലേറ്റിയത്. എന്നാൽ പ്രവചനങ്ങൾ സാർത്ഥകമാക്കി അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. ആ ദൈവപുത്രൻ്റെ ഉപദേശങ്ങളാണ് സുവിശേഷം. അവൻ ശത്രുക്കളെപ്പോലും സ്നേഹിക്കണമെന്നാണ് പഠിപ്പിച്ചതും ഉപദേശിച്ചതും. ഓഹോ, ഇതൊരു പുതിയ ആശയമാണല്ലോ. ഞങ്ങളുടെ ജപ്പാനിൽ ദൈവങ്ങളില്ല. സെൻ തത്വങ്ങൾ, ബുദ്ധമതം, കൺഫ്യൂഷ്യസിൻ്റെ തത്വങ്ങൾ ഇവയെല്ലാമാണ് പ്രധാനം. പിന്നെ രാജാവിന് വേണ്ടി പടവെട്ട് മരിച്ച യോദ്ധാക്കളെയും വായു, പർവ്വതം, പുഴ, ഇടിമുഴക്കം ഇവയൊക്കെ ആരാധിക്കുന്നു. എൻ്റെ ആശയം ഏകദൈവ വിശ്വാസത്തിലുള്ളതാണ്. നിങ്ങളുടെ ഈ ഏകദൈവ സിദ്ധാന്തം ജപ്പാനിലുള്ളവർ പെട്ടെന്ന് സ്വീകരിച്ചെന്ന് വരില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ശത്രുക്കളോട് പോലും ക്ഷമിച്ച് സമാധാനത്തിൽ ജീവിക്കണമെന്ന ആശയം. സ്നേഹം പ്രചരിപ്പിച്ചവനെ ക്രൂശിലേറ്റിയ സംഭവം എല്ലാം കേട്ടിട്ട് കോരിത്തരിക്കുന്നു. നമുക്ക് വേണ്ടി ക്രൂശിലേറിയ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ജപ്പാനിലേക്ക് സ്വാഗതം. എങ്കിൽ എത്രയും വേഗം നമുക്ക് ജപ്പാനിലേക്ക് പുറപ്പെടാം. ഫാദർ, പോകാം. പക്ഷേ അവിടുത്തെ പ്രവർത്തനം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. വെല്ലുവിളിയോ? അതെന്തൊക്കെയാണ്? ഒന്നാമതായി ഭരണാധിപൻ്റെ അനുവാദം വാങ്ങണം. യുക്തിവാദികൾ, അവിടുത്തെ ഭാഷ, ഇതൊക്കെ വെല്ലുവിളികളാണ്. ഡൈമിയമാണ് ഭരണാധികാരി. അദ്ദേഹത്തിന് പോർച്ചുഗീസ് രാജാവ് തന്നുവിട്ടതാണെന്ന് പറഞ്ഞ് ഒരു സമ്മാനം കൊടുക്കണം. പിന്നെ ഭാഷ, അതിനൊക്കെ ഞാൻ അങ്ങേ സഹായിക്കാം. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, കെഞ്ചി, അവനെയും കൂട്ടാം. അവിടുത്തെ വഴികളും ഭാഷയുമൊക്കെ പരിചയപ്പെടുത്താൻ കെഞ്ചിക്കാകുമോ? തീർച്ചയായും. പക്ഷേ ഭരണാധിപൻ സംശയാലുമാണ്. നാം വളരെ സൂക്ഷിക്കണം. എല്ലാം സർവശക്തനായ ദൈവം നോക്കിക്കൊള്ളും. ക്രൂശിതൻ നമ്മോടൊപ്പമുണ്ട്. എന്തായാലും നമുക്ക് ഉടനെ പോകാം. എല്ലാം ദൈവമേ അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. പ്രഭു, അങ്ങേ മുഖം കാണിക്കാൻ 3 പേർ വന്നിരിക്കുന്നു. അതിലൊരാൾ വിദേശിയാണെന്ന് തോന്നുന്നു. വരാൻ പറയൂ. ഉത്തരവ് പ്രഭു. വരൂ. ആരാണ് നിങ്ങളൊക്കെ? എന്താണ് നിങ്ങൾക്ക് ഉണർത്തിക്കാനുള്ളത്? പ്രഭു, ഞാൻ ആഞ്ചിറോ, ഒരു സഞ്ചാരിയായ വ്യാപാരിയാണ്. ഇത് ഫ്രാൻസിസ് സേവ്യർ, സ്പെയിനിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ കൂട്ടുകാരൻ കെഞ്ചി. ഞാനൊരു യാത്രയ്ക്കിടയിൽ ഈ ആഞ്ചിറോയെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഈ രാജ്യത്തെത്തിയത്. അങ്ങേക്കായി ഞാൻ കൊണ്ടുവന്ന സമ്മാനം സ്വീകരിച്ചാലും. ഫ്രാൻസിസ് സേവ്യർ, താങ്കൾക്ക് ജപ്പാനിലേക്ക് സ്വാഗതം. എന്താണ് താങ്കളുടെ ആഗമനോദ്ദേശം? പ്രഭു, ഞാനൊരു പുതിയ ആശയം പ്രചരിപ്പിക്കാൻ വന്നതാണ്. എന്താശയം? ആശയം പ്രചരിപ്പിച്ച് ഈ രാജ്യത്തിനും എൻ്റെ അധികാരത്തിനും ഭീഷണിയാകാനാണോ? ഒരിക്കലുമല്ല പ്രഭു. ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ യേശുദേവൻ ഉപദേശിച്ച സ്നേഹം പ്രചരിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഫാദർ, ഇത് ജപ്പാനാണ്, ബുദ്ധിയുള്ളവരുടെ രാജ്യം. എന്തിനേയും അവർ ചോദ്യം ചെയ്യും. താങ്കൾക്ക് പിടിച്ചു നിൽക്കാനാവുമോ? ഞാനൊരു ക്രിസ്ത്യൻ മിഷണറിയാണ്. പണത്തിനും
അധികാരത്തിനും വേണ്ടിയല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അധികാരത്തെക്കാളുപരി രാജ്യത്തിൻ്റെ നന്മയാണ് ഭരണാധികാരികൾ ആഗ്രഹിക്കേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത്? പ്രഭു, എൻ്റെ പേര് കെഞ്ചിയോ. കെഞ്ചിയോ, നിങ്ങൾ ഇദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. നഗരമധ്യത്തിലൊന്നും ആകരുത്. പ്രഭു, ആ ഒസാക്കയിലുള്ള ഗ്രാമത്തിലും ടോക്കിയോയ്ക്ക് തെക്കുവശത്തുള്ള ഗ്രാമത്തിലും കൊയ്ത്ത് കഴിഞ്ഞ പാടത്തായാലോ? കൊള്ളാം, അത് മതി. ഈ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എൻ്റെ ആളുകൾ 1-2 പ്രസംഗങ്ങൾ നിരീക്ഷിക്കും. അതിനുശേഷം മാത്രമേ കൂടുതൽ അനുവാദം തരികയുള്ളൂ. ഉത്തരവ് പ്രഭു. താങ്കൾ ഇന്ന് എൻ്റെ അതിഥിയായി എന്നോടൊപ്പം അത്താഴം കഴിച്ച് ഇവിടെ വിശ്രമിക്കാം. അരവിടി, ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൂ. അടിയൻ. ഉത്തരവ് പോലെ രാജൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മളെ പഠിപ്പിച്ച വിശുദ്ധ സുവിശേഷം. പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രിയരെ, സമയം സന്ധ്യയാകുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തേക്ക് പിരിയാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം.
കെഞ്ചിയോ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഒസാക്കയ്ക്ക് സമീപം യോഗം ചേരുകയും ഫാദർ പ്രസംഗിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ആ ഹാരുവും കൂട്ടരും അതിലെ കടന്നുപോയത് നീ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചല്ലോ. ഇപ്പോൾ എന്തുണ്ടായി? ആ ഹാരു ഒരു അസൂയാലുവാണ്. പ്രത്യേകിച്ച് എന്നോട് വിരോധവുമുണ്ട്. അവൻ ജനങ്ങളെ നമുക്കെതിരായി തിരിക്കുന്നുമുണ്ട്. അച്ചോ, ശരിയായി ഈ പറഞ്ഞത്. ജനങ്ങൾ വിമർശിക്കുന്നുണ്ട്. നാം ജാഗരൂകരായിരിക്കണം കേട്ടോ. നാം ഏത് വിപത്തിനെയും തരണം ചെയ്യും. സ്ഥിരോത്സാഹം കൊണ്ട് നേടാനാവാത്തതായി ഒന്നുമില്ലല്ലോ. കർത്താവിൽ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എന്നാലും ആ ഹാരുവിനൊന്ന് സൂക്ഷിക്കണം. അവൻ ഭരണാധികാരിയോട് നുണ പറയാൻ സാധ്യതയുണ്ട്. എന്റെ യോഷിയോ, നിനക്ക് വർഷങ്ങളായി അവനോട് പകയുണ്ട്. അതുകൊണ്ടാ നിനക്ക് അങ്ങനെ തോന്നുന്നേ. എന്താ സഹോദര? ഫാദർ, ഇതാണ് അവൻ പറഞ്ഞ ഹാരു. ഓഹോ, അപ്പോൾ ഈ യോഷിയോ എന്നെപ്പറ്റി നിങ്ങളോട് നുണയും കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? അച്ചോ, ഇവൻ അച്ഛൻ്റെ കൂടെ നടക്കുന്നത് അച്ഛനെ നല്ലതിനല്ല, അച്ഛൻ്റെ നാശത്തിനാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ഇവൻ. നേരാണോ യോഷിയോ? ഇതൊന്നും അത്ര നല്ലതല്ല. യേശുനാഥന് ഇതൊന്നും ഇഷ്ടമാകില്ല. പ്രമാണങ്ങൾക്ക് എതിരാണിത്. നിങ്ങൾ പരസ്പരം പിണക്കം വെടിയണം കേട്ടോ. എന്താണ് ഇവിടെ തർക്കം? ഒന്നുമില്ല ആഞ്ചറിയോ. ഇവർ തമ്മിലുള്ള പിണക്കവും ശത്രുതയും നിനക്കറിയാമല്ലോ. അച്ഛനുള്ളതുപോലും കണക്കാക്കാതെ ഇവിടെയും അവർ ചണ്ട കൂടി. യോഷി, ഹാരു, ഇതാണ് നല്ല സമയം. നിങ്ങൾ എൻ്റെ മുന്നിൽ വെച്ച് യേശുനാഥനെ പ്രതി പിണക്കം വെടിയണം. രണ്ടുപേരും കൈകൊടുത്ത് ആലിംഗനം ചെയ്യൂ. ഹാരു, എന്താണിത്? അച്ചോ, ഞാനിന്ന് സന്തോഷവാനാണ്. എൻ്റെ മനസ്സ് സമാധാനത്തിൽ ആശ്വാസം കൊള്ളുന്നു. ഈ യോഷിയോയും ഞാനും ആയി അനേക വർഷത്തെ പകയുണ്ട്. സത്യത്തിൽ എനിക്ക് അവളെ ഇഷ്ടമാണ്. ഇവൻ ഒരിക്കൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. അന്നു മുതൽ ഞാൻ പേടിച്ചാണ് നടന്നിരുന്നത്. അച്ചോ, ഞങ്ങൾ ചെറുപ്പത്തിൽ ഉറ്റ ചങ്ങാതികളായിരുന്നു അച്ചോ. ഫാദർ, അങ്ങയുടെ വാക്കുകൾ ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. ഫാദർ, ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം എന്ന അങ്ങയുടെ ഉപദേശം ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. ഫാദർ, ക്രിസ്തു ഏകരക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കാൻ സാധിച്ചു. ക്രൂശിതൻ്റെ വചനങ്ങൾ, മാതൃകകൾ ഞങ്ങളെ ഫാദർ പഠിപ്പിച്ചു, ഞങ്ങളെ മനുഷ്യരാക്കി. ആയിരങ്ങളുടെ മുന്നിൽ വെച്ച് യേശുവിന് സാക്ഷ്യം പറയാൻ ഫാദർ ഞങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകണം. ഞങ്ങളതിന് തയ്യാറാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെയാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നടക്കുന്ന യോഗത്തിൽ വച്ച് നിങ്ങൾക്ക് ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുന്നതാണ്. അടുത്ത ഒരു രംഗത്തോടു കൂടി ഈ ലഘുനാടകം ഇന്നിവിടെ പര്യവസാനിക്കുന്നതാണ്. അരങ്ങത്തും അണിയറയിലും പങ്കെടുത്തവർ: മാത്യു സേവ്യർ, അജി സേവ്യർ, ആനിയമ്മ സേവ്യർ, ബിജു മലയിൽ, എബിമോൻ, ആൻസി കുര്യൻ. ശബ്ദം നൽകിയവർ: വർഗീസ് തകടിപ്പുറം, ജോൺസൺ പറമ്പൻ, റിൻഡോ കുര്യൻ, അബിമോൻ, ബിജു മലയിൽ, മാത്യു സേവ്യർ. നന്ദി. പ്രിയ സഹോദരരെ, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരുടെ കൂടെ
മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുന്നിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുഭാഗത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചതെപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യരക്ഷയിലേക്കും പ്രവേശിക്കും. ഉന്നതനായി വളർന്നുവെന്നാലും ലോകമഖിലം നേടിയെന്നാലും ആത്മനാശം വന്നു ചേരി എന്തു ഫലമീ ജന്മം എന്നറിഞ്ഞു നീ ധന്യനാ